ഇപ്പം അടുത്ത് ഗസയിലേക്ക് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തക യാത്ര ചെയ്യാൻ, അവർ ക്രൈസ്തവയാണ്, യുവതിയാണ്, മാധ്യമ പ്രവർത്തകയാണ്, UNOയുടെ മാധ്യമ പ്രതിനിധിയായി ഫലസ്തീനിൽ അവിടുത്തെ മുസ്ലിംകളുടെ കൂടെ ഒരു മാസം കഴിയാൻ അവർക്ക് അവസരമുണ്ടായി. അപ്പം ഫലസ്തീനിലെ ഇപ്പോഴുള്ള ജനതയുടെ അവസ്ഥ നമ്മൾക്കൊക്കെ ഫലസ്തീനിൽ പോയിട്ടില്ലെങ്കിൽ പോലും പകൽ വെളിച്ചം പോലെ സുതരാം സുവ്യക്തമാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വസ്ത്രമില്ല, അവർക്ക് പാർപ്പിടമില്ല, അവർക്ക് ആഹരിക്കാൻ ആഹാരങ്ങളില്ല, അവർക്ക് പാനം ചെയ്യാൻ പാനീയമില്ല, അവരുടെ കൂടെ ഉറ്റവരില്ല, അവരുടെ കൂടെ ഉടയവരില്ല, അവർ കണ്ടയിടത്തൊക്കെ കയറി കിടക്കുന്ന ആളുകളാണ്. പക്ഷെ പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഈ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ ക്രൈസ്തവ വനിത ഗസയിൽ അവരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു മാസം താമസിച്ചപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ഇത്രയും വലിയ ദുരിത പേമാരിയുടെ പെയ്ത്ത് അവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഒരു നിലക്കും മനസ്സിലാകുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പം അടുത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറി അറ്റൻഡറായ വി വിമൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് വി വിമൽ ഇങ്ങനെ പറയുകയാണ്: പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, വളരെ അടിയന്തരമായിട്ട് കേരളത്തിൻ്റെ UP ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ആൺകുട്ടികളും പെൺകുട്ടികളുമായ സകല വിദ്യാർത്ഥികൾക്കും അടിയന്തരമായിട്ട് മനഃശാസ്ത്ര കൗൺസിലിംഗ് ക്ലാസ് പാഠ്യപദ്ധതിയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ആരാ പറയണത്? ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ അറ്റൻഡറായ ഒരു ശരാശരി സാധാരണ തൊഴിലാളി. എന്തിനാ അദ്ദേഹം അത് പറയുന്നത്? ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന മോർച്ചറിയുടെ പോസ്റ്റ്മോർട്ടം ടേബിളിൻ്റെ മുകളിലേക്ക് ഉയർത്തപ്പെട്ട മൃതദേഹങ്ങളിൽ ഏറിയ കൂറും കൊച്ചു കുട്ടികളുടെ ഭൗതിക ശരീരമായിരുന്നു. അത് 11 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ശരീരം, 12 വയസ്സുകാരനായ ആൺകുട്ടിയുടെ ശരീരം. ഈ കുട്ടികളൊക്കെ മരിച്ചത്, അല്ലെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ ഭൗതിക ശരീരം വയറ് കീറി പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിൻ്റെ പേരിലാണ്? ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചതാണോ? മാരക രോഗം വന്നിട്ട് മരണപ്പെട്ടതാണോ? അതൊന്നുമല്ല, അവർ ആത്മഹത്യ ചെയ്തതാണ്. അപ്പൊ കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലം. എന്താ കാരണം? അച്ഛനൊന്ന് ശകാരിച്ചതാണ്, ഉമ്മ ഒന്ന് വഴക്കു പറഞ്ഞതാണ്. അപ്പൊ ജീവിതത്തിലെ ചെറിയ ചെറിയ പരിക്കുകളെ പോലും താങ്ങാൻ കഴിയാത്ത ബാലിശമായ ഹൃദയം പേറിയിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മഹത്യ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ നമ്മളെ കുട്ടികൾക്കിടയിലൊക്കെ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലോകത്ത് ഇത് സാർവത്രികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഫലസ്തീനിൽ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മളെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരികൾ ഇവരൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ദാരിദ്ര്യമാവാം, തൊഴിലില്ലായ്മയാവാം, അല്ലെങ്കിൽ മികച്ച ജോലി കിട്ടാത്തതാവാം, ജീവിതത്തിലെ ഉറ്റവര് ഉടയവര് മരണപ്പെട്ടതാവാം. അങ്ങനെ പല കാരണങ്ങളാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് ഫലസ്തീനിലെ ഗസയിൽ, ഖാൻ യൂണിസിൽ, റാമല്ലയിൽ, വെസ്റ്റ് ബാങ്കിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊന്നും ആത്മഹത്യയില്ലല്ലോ. ഒരു പട്ടിണി കൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്. എന്നാൽ പട്ടിണിയുടെ ഏറ്റവും എക്സ്ട്രീമായ ഒരു വേർഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഫലസ്തീനിലാണ്. ഉറ്റവർ മരണപ്പെട്ടതിൻ്റെ പേരിലാണ് മലയാളികൾ അടക്കം ഉള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ളത് ഫലസ്തീനിലെ കുട്ടികൾക്കാണ്. കാരണം ഉമ്മയില്ലാത്ത കുട്ടി, ഉപ്പയില്ലാത്ത കുട്ടികൾ അല്ലേ? എന്നിട്ടും അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല. അതാണ് ഈ ഫലസ്തീനിലേക്ക് പോയ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ യുവതി പറഞ്ഞത്. ഹാവ് യു ഫൗണ്ട് എനിവൺ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ഗാസ ഈവൻ ദോ ഇൻ ദിസ് ഗ്രേറ്റ് ഹങ്കർ? ലോകത്തെ ഇത്രയും ഭീകരമായ ആൻഡ് പോവർട്ടി, ലോകത്തെ ഇത്രയും വലിയ ഭീകരമായ
ദാരിദ്ര്യവും പട്ടിണിയും അലട്ടിക്കൊണ്ടിരുന്നിട്ടും ഗസയിലെ ഒരു യുവതിയോ ഒരു യുവാവോ ഇത്ര കാലമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഈസ് ഇൻ ദിസ് ഗ്രേറ്റ് ഹങ്കർ, ഇത്രയും വലിയ ഭീകരമായ ദാരിദ്ര്യത്തിന്റെ ഇടയിലും ഗസയിലെ ഒരാളും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. ബിക്കോസ് ഓഫ് സ്പിരിച്വൽ കപ്പാസിറ്റി, നോട്ട് ദി മെറ്റീരിയൽ കപ്പാസിറ്റി. അത് എന്തുകൊണ്ടാണ്? അത് സ്പിരിച്വൽ കപ്പാസിറ്റി കൊണ്ടാണ്, ആത്മീയമായ ശക്തി കൊണ്ടാണ്, മെറ്റീരിയൽ കപ്പാസിറ്റി കൊണ്ടല്ല. അപ്പം അത് നമുക്ക് നമ്മളെ കണ്ടെത്തുവാനുള്ള ഏറ്റവും വലിയൊരു ഊർജമാണ്. നാം നമ്മളെ കണ്ടെത്തുകയാണ്, നാം നമ്മളിലേക്കുള്ള തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത് നമ്മളോട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ നിസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. അല്ലാഹുവേ തമ്പുരാനെ, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഈമാനിനെ ഞങ്ങളിലേക്ക് പ്രേഷ്ടകരമാക്കി തരണേ അല്ലാഹ്. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ആ ഈമാനിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായ ഒരു പ്രതിഭാസമാക്കി നീ തീർത്തു തരണേ അല്ലാഹ്. വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ നിസ്യാൻ. അല്ലാഹുവേ, മതനിഷേധത്തെ, തിന്മകളെ, കാപട്യങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള വസ്തുക്കളാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. വജഅൽനാ മിനർ റാഷിദീൻ, അങ്ങനെ ഞങ്ങളെ സൽക്കർമ്മകാമികളിൽ, സച്ചരിതരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇപ്പൊ മുസാഫിർ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പറ്റി ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ ആധ്യാത്മികമായ ഒരു വലിയ ഒരു നഭോമണ്ഡലത്തിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയതയുടെ തങ്കത്താരകമാണ്. എങ്ങനെയാണ് ആത്മീയത ഒരു ശക്തിയായി മാറിയത്? സ്പിരിച്വൽ കപ്പാസിറ്റി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വൽ കപ്പാസിറ്റിയാണ്, മെറ്റീരിയൽ കപ്പാസിറ്റി അല്ല. ഇന്ന് നമ്മളൊക്കെ കയ്യിലുള്ള സാധനം മെറ്റീരിയലിസമാണ്. മെറ്റീരിയൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വാഹനം, നമ്മുടെ വസ്ത്രം, നമ്മളുമായി ബന്ധപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മൾക്കുമായി ബന്ധപ്പെട്ട സുഖലോലുപ ആഡംബരങ്ങൾ, ഇതൊക്കെ അതിന് മെറ്റീരിയൽ കപ്പാസിറ്റിയാണ്. പക്ഷേ സ്പിരിച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് ആത്മീയതയിലൂടെ കൈവരിച്ചെടുക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്തുണ്ടായാലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക. ഞാൻ ഈ ലോകത്ത് താൽക്കാലികം പാർക്കാൻ വന്നവനാണ്, അതിഥിയാണ്. അതിഥി എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. തിഥി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താമസം, ഒരുപാട് കാലം താമസിക്കുക. അതിഥി, താമസമില്ലാത്തവൻ. അപ്പം മലയാള ഭാഷയിൽ തന്നെ ഒരു പദത്തിന്റെ കൂടെ ഇപ്പുറത്ത് ആ കൂടി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായ അർത്ഥത്തിന്റെ വിപരീത അർത്ഥമാണ്. സത്യത്തിന്റെ കൂടെ ആ ചേർക്കുമ്പോൾ അസത്യമായി, ധർമ്മത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ അധർമ്മമായി, ക്രമത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ അക്രമമായി, നീതിയുടെ കൂടെ ചേർക്കുമ്പോൾ അനീതിയായി, തിഥിയുടെ കൂടെ ചേർക്കുമ്പോൾ അതിഥിയായി. അങ്ങനെയാണ് നമ്മളൊക്കെ അതിഥിയായത്. മലപ്പുറത്ത് നിന്ന് വന്ന ഞാൻ മാത്രമല്ല ഇവിടെ അതിഥി. എനിക്ക് 11 മണിക്കുള്ള ട്രെയിനിന് തിരിച്ചു പോകാനുള്ള ആളാണ് എന്ന അർത്ഥത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ ഞാനൊരു അതിഥിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ ദുനിയാവിലെ അതിഥിയാണ്, തിഥിയില്ലാത്തവനാണ്. There is no time and I have miles to go before I sleep. ഞാൻ ഉറങ്ങും മുമ്പ് ഒരുപാട് മൈലുകൾ ഓടാനുണ്ട്. ഏതാണ്ട് നമ്മുടെ ഉറക്കം സാക്ഷാൽ ഒടുക്കത്തെ നിദ്ര, അവസാന ശയനം. നമ്മുടെ അവസാന ശയനമാണ് അന്ത്യനിദ്ര എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ശയനത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ മുൻപ് ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ, ഒരുപാട് മൈലുകൾ എനിക്ക് താണ്ടാനുണ്ട്. ആ മൈലുകൾ താണ്ടാനും മറ്റുള്ളവരെ കാണാനും ഉൾക്കൊള്ളാനും എല്ലാവരോടും ഒരേ പ്രകൃതത്തിൽ പെരുമാറാനും ഒക്കെ
നമുക്ക് ശക്തി പകരുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുസാഫിർ ഉപ്പാപ്പയൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കപ്പാസിറ്റി, അതാണ് മെറ്റീരിയൽ കപ്പാസിറ്റി അല്ല, അത് സ്പിരിച്വൽ കപ്പാസിറ്റിയാണ്, ആത്മീയമായ ശക്തി. ഇന്ന് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദാഹപരവശനായി കൊണ്ടിരിക്കുന്നത് ആത്മീയതയ്ക്ക് വേണ്ടിയാണ്. അതെവിടെയാ കിട്ടുക അല്ലേ? ഒരു തീർത്ഥാടകനെ പോലെ ഇംഗ്ലീഷുകാർ അലഞ്ഞു തിരിയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? മലയാളികൾ അലഞ്ഞു തിരിയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനാണ്? ഒരിറ്റു സമാധാനത്തിന്, ഒരിറ്റു ശാന്തിക്ക്, ഒരു തുള്ളി സ്നേഹത്തിന് മനുഷ്യൻ ഒരു പാന്തനെ പോലെ, ഒരു പഥികനെ പോലെ ഉഴറി ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ലോകത്തിങ്ങനെ ചക്രശ്വാസം വലിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്ത് മനുഷ്യന് ആത്മീയത ഇല്ലെങ്കിൽ അവൻ ഒരു തരം സഫോക്കേഷൻ, ഒരു ശ്വാസം തിങ്ങൽ അനുഭവപ്പെടും. ശ്വാസം തിങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ലിഫ്റ്റിൽ കയറുകയാണ്. ആ ലിഫ്റ്റിനകത്ത് നമ്മളിങ്ങനെ മുകളിലെ നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അതിനകത്തുള്ള ലൈറ്റ് ഓഫായി, അതിനകത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ ഓഫായി, ലിഫ്റ്റ് തന്നെ 2 നിലകൾക്കും ഇടയിൽ പൂർണ്ണാർത്ഥത്തിൽ സ്തംഭിച്ചു. മുഴുവൻ ഒരു അന്ധകാരം വകഞ്ഞു നമ്മൾ ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു സഫോക്കേഷൻ, ആ ശ്വാസം തിങ്ങലിന് എന്തൊക്കെ അർത്ഥമുണ്ട് അല്ലേ? എന്താ ഇവിടെ സംഭവിക്കാൻ പോവുക? ഇനി കറണ്ട് വന്നിട്ടില്ലെങ്കിൽ, പുറത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരാൾ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, എനിക്ക് ഫോൺ എൻ്റെ കയ്യിലില്ല, ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, അത് മിനിറ്റുകൾ കൂടുന്തോറും, ഓരോ സമയത്തിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും തോറും ഇദ്ദേഹത്തിൻ്റെ അകത്തുള്ള ഉള്ളുലക്കലുകളുടെ, ശ്വാസം തിങ്ങലുകളുടെ, അസ്വസ്ഥതകളുടെ, കുടുസിൻ്റെ, കൗടില്യത്തിൻ്റെ എല്ലാ ഗ്രാവിറ്റിയും ഇതോടുകൂടെ തന്നെ വർദ്ധിക്കുകയാണ്. മനുഷ്യനങ്ങനെയാണ്, ചെന്ന് പെടുന്നിടത്തൊക്കെ ബലഹീനനാണ്. മനുഷ്യൻ ബലഹീനനാണ്. എത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും മനുഷ്യൻ ബലഹീനനാണ്. ബലം ഹീനമായവൻ. അപ്പൊ ബലം കിട്ടിയവൻ ആരാണ്? ബലം തിരിച്ചു കിട്ടിയവൻ ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള മനുഷ്യൻ ഹൃദയശക്തിയുള്ളവനാണ്. കായികക്ഷമത കൊണ്ട് വലിയ ശക്തി നേടിയ ആളല്ല. മൽപിടുത്തങ്ങളിലൂടെ, ദ്വന്ദ്വയുദ്ധങ്ങളിലൂടെ മല്ലനായി തീർന്ന ആളല്ല. റസ്ലിങ്ങും ഗുസ്തിയും നടത്തിയവനല്ല. ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ ഹൃദയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും നമ്മളെ സ്പിരിച്വൽ പവറിലേക്ക് നോക്കുന്നത്. ഇപ്പൊ ബെന്യാമീൻ്റെ ആടുജീവിതം വായിച്ചൊരു മനുഷ്യനെ പറ്റി മലയാളത്തിൻ്റെ നോവലിസ്റ്റായ, കഥാകൃത്തായ ബെന്യാമീൻ പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവല് തെക്കൻ ജില്ലക്കാരനായ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറേബ്യൻ മണലാരണ്യത്തിൽ ജീവിച്ചു തീർത്ത അദ്ദേഹത്തിൻ്റെ പരുപരുത്ത ജീവിതമാണ്. അർബാബിൻ്റെ മസ്രയിൽ പോകുന്നുണ്ട്, അവിടെ ആടിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെടുന്നുണ്ട്. ആട് ജീവിതം നയിച്ചിട്ട് നജീബും ഒരു ആടിനെ പോലെ ആയി മാറുന്നുണ്ട്. അത് വായിച്ച മലയാളിക്കൊക്കെ ആ സത്യം ബോധ്യപ്പെടും. അപ്പം ബെന്യാമീൻ, ഇതിൻ്റെ ഓദർ ബെന്യാമീൻ തന്നെ പറയാണ്, ഞാൻ എൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതിയതിൻ്റെ പുറത്ത് എനിക്കുണ്ടായ ആഹ്ലാദം, ആ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള പുരസ്കാരങ്ങൾ അതിനെ തേടി വന്നതോ എന്നതല്ല. അതിനേക്കാൾ ഉപരി എനിക്കുണ്ടായ സന്തോഷം അതൊരു മലയാളിയായ മനുഷ്യൻ്റെ ജീവിത സത്യമാണ്. അതെന്താണ് എന്ന് എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷ. അപ്പം അദ്ദേഹം തന്നെ പറയാണ്, എൻ്റെ ആടുജീവിതം ഒരു മനുഷ്യനെ പുതിയ ജീവിതം കൊടുത്തു എന്ന സത്യം. അതെന്താണ്? ഒരു മലയാളി ചെറുപ്പക്കാരൻ, അദ്ദേഹം കുടുംബത്തിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ സാമ്പത്തികമായ വലിയൊരു പരാധീനത വരുന്നു, കടക്കണിയിലാകുന്നു, ബാങ്ക്രപ്റ്റ് വരുന്നു. അങ്ങനെ അയാൾ മാനസികമായിട്ട് അപ്സെറ്റ് ആകുന്നു, മൈൻഡ് ഔട്ടാകുന്നു, മാനസികമായിട്ട് തകർന്നടിയാണ്. അങ്ങനെ അയാൾ ഭാര്യനോടും മക്കളോടൊന്നും പറയാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കാൻ. നമ്മൾ ഫലസ്തീൻ്റെ കഥ പറഞ്ഞു. ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ട് ഫലസ്തീനിൽ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞെടുത്ത് നമ്മൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ മലയാളിയായ ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയോടും മക്കളോടും പറയാതെ അങ്ങാടിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ആത്മാഹുതി നടത്താൻ ആവശ്യമായ
വിഷപദാർത്ഥങ്ങൾ ഒരു പൊതിയിൽ അടക്കം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അലമാരിയിൽ അദ്ദേഹം ഭദ്രമായി പൂട്ടിവെച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കരുതി, നാളെ പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞാൽ അവ്വല് സുബഹിക്ക് ഞാൻ വെറും വയറ്റിൽ ഈ വിഷപദാർത്ഥങ്ങൾ അകത്താക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയും, എനിക്ക് ജീവിതം മടുത്തു എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അയാൾ. അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഉറങ്ങാൻ പോയില്ല. കാരണം നേരം വെളുത്താൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചല്ലേ, ഇനി അവരുടെ കൂടെ പോയി കിടന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം അതേ വീട്ടിൻ്റെ മറ്റൊരു ശൂന്യമായ മുറിയിൽ പോയിട്ട് കിടക്കുക. നേരം വെളുപ്പിക്കണമല്ലോ, നേരം വെളുത്തിട്ടാണല്ലോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ ആ റൂമിൻ്റെ മേശപ്പുറത്ത് അദ്ദേഹം ഒരു പുസ്തകം കണ്ടു. അതാണ് ഈ പറഞ്ഞ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ. അദ്ദേഹം ഒരു 15 മിനിറ്റ് ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ആ വായന അദ്ദേഹത്തെ അത് പൂർത്തീകരിക്കാൻ, ഒറ്റ ഇരിപ്പിൽ അത് പൂർത്തിയാക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഇരുന്ന ഇരിപ്പിൽ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചു തീർത്തപ്പോൾ അതിൻ്റെ ഒരു ആന്തോളനം അദ്ദേഹത്തിൻ്റെ മനോമുകുരങ്ങളിലേക്ക് ഇങ്ങനെ ആളിപ്പടർന്നു. ഇതൊരു മനുഷ്യന്റെ ജീവിതമാണല്ലോ പടച്ചോനെ, ഇത് കള്ളക്കഥയല്ലല്ലോ, ഇത് വ്യാജ നിർമ്മിതിയല്ലല്ലോ. എങ്കിൽ ഞാനും നജീബിനെ പോലൊരു മനുഷ്യനല്ലേ? നജീബ് അറേബ്യൻ മണലാരണ്യത്തിൽ ജീവിച്ച് തീർത്ത ജീവിതത്തിന്റെ സാഹസങ്ങളുടെ 1/4 പോലും വരില്ലല്ലോ എൻ്റേത്. പിന്നെ എന്തിനാണ് നജീബ് ആത്മഹത്യ ചെയ്തില്ലല്ലോ, എന്തിനാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്? അങ്ങനെ ആ വായന പൂർത്തീകരിച്ച് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താണ്? അദ്ദേഹം നാളെ രാവിലെ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച് അലമാരിയിൽ പൂട്ടിവെച്ച ഈ പാക്കറ്റ് വിഷപദാർത്ഥം എടുത്തിട്ട് ആരും അറിയാതെ വെളിയിലേക്ക് പോയി അത് കുപ്പത്തൊട്ടിയിലേക്ക് യാതൊരു ലാഞ്ചനയുമില്ലാതെ വലിച്ചെറിയാൻ. എന്നിട്ട് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നുണ്ട്. ബെന്യാമീൻ അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നല്ല, ജീവിതത്തിലേക്ക് എന്നാണ്. അത് യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ ഭാര്യയും മക്കളും കിടക്കുന്ന മുറിയിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് വാരി പുണർന്നിട്ട് അദ്ദേഹം അങ്ങനെ രണ്ടാമതൊരു ജീവിതം ജീവിക്കുകയുണ്ട്. രണ്ടാമത് ജീവിതം എന്ന് പറയാം, കാരണം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മളെപ്പോഴും നമ്മളെ നിഅമത്തുകളെ കുറവായി കാണുന്നത് എപ്പോഴാണ്? പണ്ടൊരു ടീച്ചർ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ ഒരു വൈറ്റ് ചോക്ക് എടുത്തിട്ട് ഒരു കുറിയ വര വരച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഈ വരച്ച വരയെ ഈ വരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കാതെ, ഇതിന് പരിക്കേൽപ്പിക്കാതെ നിങ്ങൾ ചെറുതാക്കണം. ചെറുതാക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വരച്ച വരയ്ക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഏതെങ്കിലും അറ്റം നിങ്ങൾ മായ്ച്ചു കളയാൻ പാടില്ല, ഇതിൽ തൊടാൻ പാടില്ല. ഞാൻ വരച്ച വരയിൽ തൊടാതെ, ഇതിനെ മായ്ക്കാതെ ഞാൻ ഈ ചോക്ക് കൊണ്ട് ഈ കറുത്ത ബോർഡിൽ വരച്ച നേർരേഖയെ നിങ്ങളൊന്ന് ചെറുതാക്കണം. എല്ലാ കുട്ടികളും പരാജയം പങ്കുവച്ച് പഞ്ചപുച്ഛ മടക്കിയപ്പോൾ പിന്നിൽ നിന്നൊരു കുട്ടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, ആ ചോക്കിങ് തരുമെന്ന്. ടീച്ചർ വരച്ച വര ചെറുതാക്കണമെങ്കിൽ ഡസ്റ്ററാണല്ലോ ചോദിക്കേണ്ടത്. പക്ഷെ കക്ഷി ചോദിച്ചത് ചോക്കാണ്. ടീച്ചർ യാതൊരു ആലസ്യമില്ലാതെ ചോക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി ടീച്ചർ വരച്ച വരയുടെ നേരെ മുകളിലായിട്ട് അതിനേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ വര വരച്ചു. എന്നിട്ട് അവൻ ക്ലാസ്സിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവൻ ധീരനായി വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ടീച്ചർ വരച്ച വര ചെറുതായില്ലേ? ഞാൻ വരച്ച ദീർഘമായ വരയിലേക്ക് ചേർത്ത് നോക്കിയപ്പോൾ ടീച്ചറുടെ വര ചെറുതായില്ലേ? അപ്പൊ ടീച്ചർ ശാന്തയായി കൈയടിച്ചു, കുട്ടികളും കൈയടിച്ചു. അതായിരുന്നു ശരി. നമ്മൾ ജീവിതത്തിലെ ശരിയെ കണ്ടെത്താൻ നമ്മളെ ജീവിതത്തെ മാത്രം പാകപ്പെടുത്തിയാൽ പോരാ, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന വലിയ വലിയ പ്രതിസന്ധിയുള്ള ആളുകളുടെ ജീവിതത്തെ കണ്ടെത്തുക കൂടി വേണം. അതാണ് ഇസ്ലാമിൻ്റെ സൈക്കോളജി. സോഷ്യലാകണം. അതുകൊണ്ടാണ് ജമാഅത്ത് നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം ഇസ്ലാം കൊടുത്തത്. എന്തിനാണ്? ഒറ്റക്ക് വീട്ടിൽ നിന്ന് മുസല്ലയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരാവൂലേ? ആവും. ഫർളായ നിസ്കാരം അദാ ആയിട്ട് തന്നെ നിങ്ങൾ നിർവഹിച്ചു, അല്ലാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ 27 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല.
അതെവിടെയാണ്? അത് ജമാഅത്തായ നിസ്കാരത്തിലാണ്. നിങ്ങൾ സഫുകൾ ശരിയാക്കി മടമ്പൊപ്പിച്ച് നിങ്ങൾ സഫ് കെട്ടി നിസ്കരിക്കണം. നിങ്ങളുടെ കാലുകൾക്ക് ചുമലുകൾക്കിടയിലുള്ള വിടവുകൾ നിങ്ങൾ നികത്തണം. സഫുകൾ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ ജമാഅത്ത്, നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. ഇസ്ലാം മനുഷ്യനെ സോഷ്യലാകാൻ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ. സോഷ്യലാകണതിൻ്റെ കൂടെ എല്ലാവരും പോയിട്ടാണല്ലോ സുജൂദ് ചെയ്യുന്നത്, അല്ലേ? ഇന്നക ലൻ തസ്ജുദ സുജൂദ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. നീ ഒരൊറ്റ സുജൂദും ഭൂമിയിൽ ചെയ്യുന്നില്ല, ആ ഒരു സുജൂദ് കാരണം അല്ലാഹു തആല നിന്റെ ദറജ ഉയർത്തിയിട്ടല്ലാതെ. അപ്പോൾ ഓരോ സുജൂദിലും നമ്മുടെ സ്ഥാനം ഇങ്ങനെ ഉയരേണ്ടതാണ്. നമ്മൾ ചെറുതാവുകയാണല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കേണ്ട, അലിയാർ ഇമാം അലി തങ്ങളെ, എന്താണ് അല്ലാഹു തആല ഒരു നിസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ തന്നെ നമുക്ക് 2 സുജൂദ് നിർബന്ധമാക്കിയത്? ഇഅ്തിദാൽ ഒന്നല്ലേ ഉള്ളൂ, ഒരു റക്അത്തിൽ റുക്കൂ ഒന്നല്ലേ ഉള്ളൂ, എന്തിനാണ് അലി തങ്ങളെ സുജൂദ് അല്ലാഹു തആല 2 തന്നത്? അതിന്റെ ലോജിക്ക് എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, അതിൽ വലിയൊരു ഫൽസഫ കിടക്കുന്നുണ്ട്, വലിയൊരു ചിന്ത മറിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ഒരു നിസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ തന്നെ 2 സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സുജൂദിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ചിന്ത, നീ മണ്ണാണ്. അപ്പൊ അള്ളാഹു നമുക്ക് ജീവൻ തന്നിട്ടില്ല, നബിയെ പടക്കുന്നതിന്റെ മുമ്പുള്ള മണ്ണാക്കി നമ്മളെ മാറ്റിയ അവസ്ഥയെ നമ്മൾ പഠിക്കാനാണത്രേ ആദ്യത്തെ സുജൂദ്. അതൊന്ന് മണ്ണാണ്. ആ സുജൂദിൽ നിന്നുള്ള ഉയരൽ ദുനിയാവിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതിന്റെ സൂചകമാണ്. രണ്ടാമത്തെ സുജൂദിലേക്ക് അതേ റക്അത്തിൽ തന്നെ നമ്മൾ പോകുന്നത് നമ്മൾ ഖബറിലേക്ക് പോയി എന്നുള്ളതിന്റെ സൂചനയാണ്. ആ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നമ്മൾ ഉയർന്നു എന്നുള്ളത് ഖബറിൽ നിന്ന് നമ്മൾ മഹ്ശറയിലേക്ക് എത്തി എന്നുള്ളതിന്റെ സൂചകമാണ്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനദ്ദലീലി. ഈ ദുനിയാവ് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ മണ്ണോട് ചേരേണ്ടവൻ, മണ്ണായി കഴിഞ്ഞതിന്റെ ശേഷം നാളെ മഹ്ശറയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവൻ. നിബിധങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി. ഏതൊരു മനുഷ്യനും മരണപ്പെടുന്നത് അവൻ എങ്ങനെ ജീവിച്ചോ അതുപ്രകാരമാണ്. വയുഹ്ശറു അലാ മാ മാത അലൈഹി. അവൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപ്രകാരമാണത്രേ നാളെ മഹ്ശറയിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഒരാൾ എങ്ങനെയാണോ മരണപ്പെട്ടത് അതേ കണ്ടീഷനിലാകും നാളെ മഹ്ശറയിൽ അയാൾ എണീറ്റ് വരാൻ. ഇതൊന്നും ഇപ്പം മിഥ്യയല്ലല്ലോ. ഇത് ഏതെങ്കിലും എന്താ പറയാ പഞ്ചതന്ത്ര കഥകളല്ലല്ലോ. മഹ്ശർ എന്ന് പറഞ്ഞാൽ, ഖബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ മുന്നിലേക്ക് മരണത്തോടുകൂടെ പിന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാനാണ് നമ്മളെ ഇത്തരത്തിലുള്ള കൂടിച്ചേരൽ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ഫ്രൈഡേയിൽ ഒരു നോട്ടീസിന്റെ അകമ്പടി പോലും ഇല്ലാതെ ഈ മുഴുവൻ ആളുകളും കുട്ടികളടക്കം എത്തിച്ചേർന്ന് ജുമാ ജമാഅത്തിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇമാം സാഹിബ് 4 റക്അത്തുള്ള ളുഹർ നിസ്കാരത്തെ അവിടെ 2 റക്അത്താക്കിയിട്ട് ബാക്കി 2 റക്അത്തിന്റെ സ്ഥാനത്ത് ഖതീബ് സാഹിബ് മിമ്പർ എന്ന് പറയുന്ന പീഠത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് 2 പ്രഭാഷണം, ചെറിയ 2 പ്രസംഗം അറബിയിൽ. ആ 2 പ്രസംഗം 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈനി മിനൽ ഫറൾ. നിങ്ങൾ ഇതേ ളുഹറിന്റെ നേരത്ത് നിസ്കരിച്ച ബാക്കിയുള്ള ഈ 6 ദിവസത്തെ നിസ്കാരത്തിന്റെ ളുഹർ എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ 4 റക്അത്തിന്റെ സ്ഥാനത്ത് ഇന്ന് വെള്ളിയാഴ്ച അതേ സമയം നിങ്ങൾ പള്ളിയിൽ വന്നു ചേർന്നിട്ട് 2 റക്അത്താണ് ഇമാമോട് കൂടെ നിസ്കരിക്കുന്നത്. ബാക്കി 2 റക്അത്തിന്റെ സ്ഥാനത്ത് അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈനി മിനൽ ഫറൾ. ഇമാം സാഹിബ് മിമ്പറിൽ കയറി നടത്തുന്ന 2 പ്രഭാഷണങ്ങളാണ് ബാക്കിയുള്ള 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഉള്ള പുരോഹിതന്റെ ഇടവകയിലെ ഇടയലേഖനം എന്ന് പറയുന്ന ഈ ഖതീബിന്റെ ഖുതുബ,
അത് 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. എന്നിട്ട് ഖത്തീബ് സാഹിബിന്റെ ഖുതുബക്ക് സിഹത്ത് ഉണ്ടാകണമെങ്കിലുള്ള നിബന്ധന എന്താണ്? അൽ വസിയ്യത്തു ബിത്തഖ്വ. ഈ 2 പ്രസംഗത്തിലും അദ്ദേഹം വന്നു ചേർന്ന ജനങ്ങളെ, ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറയാതെ ആ 2 ഖുതുബയും ശരിയാവൂല. ആ 2 ഖുതുബയും ശരിയാവൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാക്കി 2 റക്അത്ത് നമുക്ക് കിട്ടൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, അല്ലെങ്കിൽ ഊസീകും ഇബാദല്ലാഹ് വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ ഈ തന്ന കൽബ് കൊണ്ട് മുകളിൽ ഒരാളുണ്ട് എന്ന് പേടിയോടുകൂടെ തന്നെ കുടുംബം പുലർത്തണം. മുകളിൽ ഒരാളുണ്ട് എന്ന പേടിയോടുകൂടെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം. മുകളിൽ ഒരാളുണ്ട് എന്ന് പേടിയോടുകൂടെ തന്നെ ഒരാളോട് ഒരു വാക്കുച്ചരിക്കണം, ഒരു പ്രവൃത്തി നടത്തണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു എന്നെ കാണുന്നു, ഞാൻ അവനെ പേടിച്ചിട്ട് സൂക്ഷ്മമായി ജീവിക്കണം. നമുക്ക് ഓരോ രീതിയിലും ഹേർട്ടിംഗ് ആയ വാക്കുച്ചരിക്കാൻ കഴിയൂല. നമ്മൾ അന്യായം ചെയ്യൂല, അന്യായം പ്രവർത്തിക്കൂല, അന്യായം പറയൂല. അതാണ് മുത്തഖി. മുത്തഖി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് മുത്തഖി എന്ന് പറയാ. ബനീ ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയായി കഴിഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം അത്യാവശ്യമൊക്കെ സമ്പത്തുണ്ടാക്കി റിട്ടയറായി. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ചെയ്ത പണി എന്താ? ഒരുപാട് ദീനാറുകൾ, കെട്ടുകണക്കിന് ദീനാറുകൾ സേവിങ് ബാലൻസ് ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ബിസിനസ് വെഞ്ചേഴ്സോ അല്ലെങ്കിൽ ബാങ്ക് പദ്ധതികളോ അക്കൗണ്ടുകളോ ലോക്കറുകളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്വന്തം വീട്ടിലെ സുന്തൂക്കിൽ തന്നെയാണ് അതൊക്കെ എടുത്തു വെക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ഭദ്രമായ ഇരുമ്പ് പെട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഗതകാലത്തെ ജോലിയിൽ, ഉദ്യോഗ പദവിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത സാലറികളൊക്കെ തന്നെ ഈട്ടിക്കൂട്ടി കെട്ടുകളാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ എടുത്തു വെച്ചു. ദൈനംദിന ചെലവിന് അദ്ദേഹം ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളത് അവിടെ ഉണ്ട്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? രാത്രി എല്ലാ ദിവസവും രാത്രി പാതിരാത്രിയിൽ ഒരു വേശ്യാലയ നടത്തിപ്പുകാരിയായ സ്ത്രീയുടെ അടുക്കലേക്ക് പോകുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നേരം പുലരുന്നതിൻ്റെ മുൻപ് പിന്നെ പോകുന്നത് ആ നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധിയുള്ള, പ്രസിദ്ധി 2 തരം ഉണ്ടല്ലോ, സുപ്രസിദ്ധിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ വളരെ തിന്മയുടെ വിഷയത്തിലുള്ള തിന്മയുടെ വിഷയത്തിലുള്ള നന്മയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധിയാണ്. കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പൻ എന്ന പത്രങ്ങൾ എഴുതാറുള്ളത്. സുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ എന്ന് എഴുതിയാൽ അത് ഭാഷാപരമായിട്ട് ചെയ്യുന്ന വലിയ അനീതിയാണെന്നാണ്. അപ്പോൾ ഒരു കുപ്രസിദ്ധിയുള്ള മദ്യവിൽപ്പനക്കാരുണ്ടായിരുന്നു, ചാരായ വിൽപ്പനക്കാരൻ. ഈ വേശ്യ സ്ത്രീയുടെ അടുക്കൽ നിന്ന് പിന്നെ ഇദ്ദേഹം പോകുന്നത് ഈ മദ്യഷാപ്പിന്റെ ഉടമയുടെ വീട്ടിലേക്കാണ്. ഇത് 2 ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ പോലും നാട്ടിൽ നിന്ന് ഒരാളും ആ വീട്ടിലേക്ക് എത്തിയില്ല. കാരണം അദ്ദേഹം തെമ്മാടിയാണ്. ആ നാട് കണ്ട ഏറ്റവും വലിയ തേവിടിശ്ശിയുടെ വീട്ടിലേക്ക് നിത്യസന്ദർശകനായി പോകുന്ന, മദ്യഷാപ്പുകാരൻ്റെ നിത്യസന്ദർശകനായ നാട് കണ്ട ഏറ്റവും വലിയ തിന്മയുടെ മൂർത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കൽ നമ്മുടെ ബാധ്യതയല്ല. അദ്ദേഹം മതമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത മനുഷ്യനാണ്. ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലത്തായി ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? മയ്യത്ത് നിസ്കരിക്കലും മയ്യത്തിനെ ബറിയൽ പ്രോസസ്സ് നടത്തലൊക്കെ, അതിൻ്റെ സംസ്കരണ പ്രക്രിയ നടത്തലൊക്കെ ഗവർണറുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ ഖലീഫ ഹാറൂൺ റഷീദ് വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞിട്ട് പറയുന്നത്, നാട്ടുകാർ ഒരു മനുഷ്യനും എൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അവരെൻ്റെ ഭർത്താവിൻ്റെ പ്രത്യക്ഷ ജീവിതമാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഖൽബ് വായിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കതറിയാം, നല്ല നീയത്തുള്ള അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യനാണ്. എൻ്റെ അടുക്കൽ അദ്ദേഹം പറയും, പെണ്ണെ, ഞാൻ ഈ ഈട്ടിക്കൂട്ടി വച്ചിരിക്കുന്ന എൻ്റെ സമ്പാദ്യം മുഴുവൻ നന്മക്ക് വേണ്ടിയാണ്, സ്വതക്കക്ക് വേണ്ടിയാണ്. അങ്ങനെ അദ്ദേഹം ഒരു കെട്ട് പൈസ എടുത്തിട്ട് അന്ന് രാത്രി ഇറങ്ങും. ആ വേശ്യാ സ്ത്രീയുടെ അടുക്കൽ പോയിട്ട് ആ വേശ്യാ നടത്തിപ്പുകാരിയായ സ്ത്രീയോട് പറയും, പെങ്ങളെ, നീ അപരപുരുഷനെ, അന്യനെ പ്രതീക്ഷിച്ച് നേരം വെളുക്കുവോളം കാത്തിരിക്കുന്നത് നിന്റെ സുഖഭോഗം കണ്ടെത്താനല്ല, നിന്റെ ജീവിതത്തിൻ്റെ നിത്യവൃത്തിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരപുരുഷനെ നീ പ്രാപിക്കുന്നതിലൂടെ നീ പ്രതീക്ഷിക്കുന്ന പണം എത്രയാണ്? അപ്പൊ ഇന്നത്തെ രാത്രി 1500 രൂപ എൻ്റെ ലക്ഷ്യമാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിലടക്കും. അപ്പൊ ആ സ്ത്രീക്ക് 1500 ദിർഹം കൊടുത്തിട്ട്
ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് കിട്ടേണ്ട പണം കിട്ടി, നീ അതുകൊണ്ട് കുടുംബം പുലർത്തുക, നീ അന്യപുരുഷനെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആ സ്ത്രീ കാരണം ഒരുപാട് പരപുരുഷന്മാര് അവിഹിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ ചെയ്ത ധർമ്മത്തിന്റെ നീയത്തിന്റെ പശ്ചാത്തലം അതായിരുന്നു. അത് കഴിഞ്ഞ് ഷാപ്പുടമയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം പോയിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വാറ്റുചാരായത്തിന്റെ ചഷകത്തിൽ നിന്ന് വാറ്റുചാരായം വിൽപ്പന നടത്തുമ്പോൾ അതിൽ നീ പ്രതീക്ഷിക്കുന്ന ലാഭം എന്താണ്? 2000 ദിർഹം അത് കൊടുക്കുന്നു. എന്നിട്ട് അത് വിലക്ക് വാങ്ങിയിട്ട് അത് ഒഴുക്കി കളയാണ് ഓടയിൽ. ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഭാര്യയോട് ഈ കാര്യം പറയുന്നു. ഹാറൂൺ റഷീദ് തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ ശേഷക്രിയാ നടപടികളൊക്കെ നടത്തി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഒരിക്കലും പ്രത്യക്ഷത്തിൽ ഒരു വിലയിരുത്തൽ നടത്തി മാർക്കിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഡിസ്ലൈക്കും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയായി എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാരല്ല. വലിയ ഉത്തരവാദിത്തമാകുന്ന അമാനത്തിൻ്റെ പൊതി എൻ്റെ റബ്ബിൻ്റെ മഹ്ശറയാകുന്ന കോടതിയുടെ മുറ്റത്ത് ഞാൻ അഴിച്ചിട്ട് എൻ്റെ കണക്കുകൾ ഓരോന്നോരോന്നായി തരതമ ഭേദം കുറിച്ച് പറയാൻ വിധിക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന ബോധ്യാണ് മിമ്പറിൽ ഖതീബ് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഊസീകും ബിത്തഖ്വല്ലാഹ്. നിങ്ങൾ ഈ പള്ളിമേടയിൽ വന്ന് 10 മിനിറ്റ് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകും. നിങ്ങളെ കയ്യിൽ ഒരു പൊതി ഞാൻ ഏൽപ്പിക്കുകയാണ്. അതെന്താണ്? അൽ വസിയ്യത്തു ബിത്തഖ്വ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ.